എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നടക്കാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ് എക്സാമിന് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം: ഭിന്നശേഷിക്കാരുടെ വോട്ടവകാശം ഉറപ്പാക്കുന്നതിനായി കേരളത്തിൽ ആദ്യമായി കോട്ടയം ജില്ലയിലെ പാലായിൽ ആരംഭിച്ച പ്രത്യേക ബോധവൽക്കരണ ക്യാമ്പയിൻ്റെ പേരെന്താണ്? സമ്മതിയാണ്. ഭിന്നശേഷിക്കാരുടെ വോട്ടവകാശം ഉറപ്പാക്കുന്നതിനായി കേരളത്തിൽ ആദ്യമായി കോട്ടയം ജില്ലയിലെ പാലായിൽ ആരംഭിച്ച പ്രത്യേക ബോധവൽക്കരണ ക്യാമ്പയിൻ. സംസ്ഥാന നിയമസേവന അതോറിറ്റി, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ജനമൈത്രി പോലീസ് എന്നിവർ സംയുക്തമായി യുവാക്കളിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്നതിനായി ആരംഭിച്ച ബോധവൽക്കരണ പരിപാടിയാണ് എൻ്റെ വോട്ട് എൻ്റെ ശക്തി. എൻ്റെ വോട്ട് എൻ്റെ ശക്തിയാണ് സംസ്ഥാന നിയമസേവന അതോറിറ്റി, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ജനമൈത്രി പോലീസ് എന്നിവർ സംയുക്തമായി യുവാക്കളിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്നതിനായി ആരംഭിച്ച ബോധവൽക്കരണ പരിപാടി. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹോർമോസ് കടലിടുക്കിലൂടെ ഇന്ത്യയിലേക്കുള്ള എണ്ണവാതക കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ ഇന്ത്യൻ നാവികസേന ആരംഭിച്ച പുതിയ ദൗത്യത്തിൻ്റെ പേര് ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷ. ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷയാണ് പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹോർമോസ് കടലിടുക്കിലൂടെ ഇന്ത്യയിലേക്കുള്ള എണ്ണവാതക കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ ഇന്ത്യൻ നാവികസേന ആരംഭിച്ച പുതിയ ദൗത്യത്തിൻ്റെ പേര്. മദ്രാസ് ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് സുശ്രുത് അരവിന്ദ് ധർമാധികാരി. ജസ്റ്റിസ് സുശ്രുത് അരവിന്ദ് ധർമാധികാരിയാണ് മദ്രാസ് ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായത്. കേരളത്തിൻ്റെ പുതിയ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായതാര്? കെ.ജി. സനൽകുമാറാണ് കേരളത്തിൻ്റെ പുതിയ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ പുതിയ അധ്യക്ഷനായി 2026 മാർച്ചിൽ നിയമിതനായത് ആര്? സ്വാതി നിരഞ്ജൻ ജ്യോതിയാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ പുതിയ അധ്യക്ഷനായി 2026 മാർച്ചിൽ നിയമിതനായ വ്യക്തി. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ അഡീഷണൽ സോളിസിറ്റർ ജനറലായി കേന്ദ്ര സർക്കാർ അടുത്തിടെ നിയമിച്ചത് ആരെയാണ്? അഡ്വക്കേറ്റ് പി ശ്രീകുമാറിനെയാണ് കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ അഡീഷണൽ സോളിസിറ്റർ ജനറലായി കേന്ദ്ര സർക്കാർ അടുത്തിടെ നിയമിച്ചത്. 2028 ലോക ഇൻഡോർ അത്ലറ്റിക്സിന് വേദിയാവുന്ന നഗരം? ഭുവനേശ്വറാണ് 2028 ലോക ഇൻഡോർ അത്ലറ്റിക്സിന് വേദിയാവുന്ന നഗരം. ചൈനയിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആര്? വിക്രം ദൊരൈസ്വാമിയാണ് ചൈനയിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലം ഏതാണ്? കൊടുവള്ളിയാണ് 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലം. വയനാട് ദുരന്തബാധിതർക്കായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന മാതൃകാ ടൗൺഷിപ്പിൻ്റെ ഒന്നാം ഘട്ട ഉദ്ഘാടനം നടന്നത് എവിടെ? എൽസ്റ്റൺ എസ്റ്റേറ്റ്, കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് വയനാട് ദുരന്തബാധിതർക്കായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന മാതൃകാ ടൗൺഷിപ്പിൻ്റെ ഒന്നാം ഘട്ട ഉദ്ഘാടനം നടന്നത്. കാൽസ്യം കുറവ് പരിഹരിക്കാനും ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്ന പോഷക ഔഷധങ്ങൾ വികസിപ്പിച്ചെടുത്ത കേരളത്തിലെ ഗവേഷണ കേന്ദ്രം ഏതാണ്? സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ ന്യൂട്രാസ്യൂട്ടിക്കൽസ്, തിരുവനന്തപുരത്തെ സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ ന്യൂട്രാസ്യൂട്ടിക്കൽസ് ആണ് കാൽസ്യം കുറവ് പരിഹരിക്കാനും ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്ന പോഷക ഔഷധങ്ങൾ വികസിപ്പിച്ചെടുത്ത കേരളത്തിലെ ഗവേഷണ കേന്ദ്രം. 2026 മാർച്ചിൽ സർക്കാർ ബസ്സുകളിൽ ഭിന്നശേഷിക്കാർക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന ദിവ്യാംഗ ശക്തി പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ് 2026 നവംബറിൽ സർക്കാർ ബസ്സുകളിൽ ഭിന്നശേഷിക്കാർക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന ദിവ്യാംഗ ശക്തി പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം. 2026 കുമാരനാശാൻ ദേശീയ കവി പുരസ്കാരത്തിന് അർഹനായത് ആര്? സീതാകാന്ത മഹാപാത്രയാണ് 2026 കുമാരനാശാൻ ദേശീയ കവി പുരസ്കാരത്തിന് അർഹനായത്. 2026 കുമാരനാശാൻ മലയാള കവി പുരസ്കാരത്തിന് അർഹനായത് ആര്? കെ സച്ചിദാനന്ദനാണ് 2026 കുമാരനാശാൻ മലയാള കവി പുരസ്കാരത്തിന് അർഹനായത്.
ഉള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ പ്രഥമ ഉള്ളൂർ സ്മാരക അവാർഡിന് അർഹനായത് ആരാണ്? ടി.പി. വേണുഗോപാലൻ. ടി.പി. വേണുഗോപാലനാണ് ഉള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ പ്രഥമ ഉള്ളൂർ സ്മാരക അവാർഡിന് അർഹനായത്. ഈ വർഷത്തെ തിക്കുറിശ്ശി ഫൗണ്ടേഷൻ പുരസ്കാരങ്ങളിൽ മികച്ച നടനായും നടിയായും തിരഞ്ഞെടുത്ത് ആരൊക്കെയാണ്? ജോജു ജോർജ്, ലിജോ മോൾ. ജോജു ജോർജിനെയും ലിജോ മോളെയുമാണ് ഈ വർഷത്തെ തിക്കുറിശ്ശി ഫൗണ്ടേഷൻ പുരസ്കാരങ്ങളിൽ മികച്ച നടനായും നടിയായും തിരഞ്ഞെടുക്കപ്പെട്ടത്. 2026 മാർച്ചിൽ കലയ്ക്കും സംസ്കാരത്തിനും നൽകിയ മികച്ച സംഭാവനകൾ പരിഗണിച്ച് UK പാർലമെൻറ്റിൽ വെച്ച് വുമൺ എംപവർമെൻറ്റ് അവാർഡ് ആൻഡ് ഫോർ ആർട്സ് ആൻഡ് കൾച്ചർ പുരസ്കാരം നേടിയ പ്രമുഖ ഇന്ത്യൻ നടി ആരാണ്? ഋതുപർണ സെൻഗുപ്ത. ഋതുപർണ സെൻഗുപ്തയാണ് 2026 മാർച്ചിൽ കലയ്ക്കും സംസ്കാരത്തിനും നൽകിയ മികച്ച സംഭാവനകൾ പരിഗണിച്ച് UK പാർലമെൻറ്റിൽ വെച്ച് വുമൺ എംപവർമെൻറ്റ് അവാർഡ് ആൻഡ് ഫോർ ആർട്സ് ആൻഡ് കൾച്ചർ പുരസ്കാരം നേടിയ പ്രമുഖ ഇന്ത്യൻ നടി. 2025 US പ്രസിദ്ധീകരിച്ച ഇംഗ്ലീഷ് ഭാഷാകൃതികൾക്കായുള്ള നാഷണൽ ബുക്സ് സർക്കിൾ ക്രിട്ടിക്സ് പുരസ്കാരത്തിന് ആത്മകഥ വിഭാഗത്തിൽ അർഹമായത് ഏത് പുസ്തകമാണ്? മദർ മേരി കംസ് ടു മീ. അരുന്ധതി റോയിയുടെ മദർ മേരി കംസ് ടു മീ ആണ് 2025 US പ്രസിദ്ധീകരിച്ച ഇംഗ്ലീഷ് ഭാഷാകൃതിക്കായുള്ള നാഷണൽ ബുക്സ് സർക്കിൾ ക്രിട്ടിക്സ് പുരസ്കാരത്തിന് ആത്മകഥാ വിഭാഗത്തിൽ അർഹമായത്. 2026 ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് CCI വാർഷിക വനിതാ ഉച്ചകോടിയിൽ വുമൺ എംപവർമെൻറ്റ് ട്രെയിൽ ബ്ലാസേഴ്സ് അവാർഡ് സ്വന്തമാക്കിയത് ആര്? കൽപ്പന സോറൻ. കൽപ്പന സോറനാണ് വുമൺ എംപവർമെൻറ്റ് ട്രെയിൽ ബ്ലാസേഴ്സ് അവാർഡ് സ്വന്തമാക്കിയ താരം. ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് നൽകുന്ന ആജീവനാന്ത പുരസ്കാരത്തിന് അർഹരായ താരങ്ങൾ ആരൊക്കെയാണ്? റോജർ ബിന്നി, രാഹുൽ ദ്രാവിഡ്, മിതാലി രാജ്. റോജർ ബിന്നി, രാഹുൽ ദ്രാവിഡ്, മിതാലി രാജ് എന്നിവരാണ് ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് നൽകുന്ന ആജീവനാന്ത പുരസ്കാരത്തിന് അർഹരായ താരങ്ങൾ. 2025 35ാമത് സരസ്വതി സമ്മാൻ സ്വന്തമാക്കിയ പ്രമുഖ ബംഗാളി സാഹിത്യകാരൻ. രാംകുമാർ മുഖോപാധ്യായ. രാംകുമാർ മുഖോപാധ്യായാണ് 2025 35ാമത് സരസ്വതി സമ്മാൻ സ്വന്തമാക്കിയ പ്രമുഖ ബംഗാളി സാഹിത്യകാരൻ. കേരള സംസ്ഥാന ആരോഗ്യവകുപ്പ് കുട്ടികളിലെ ഗുരുതര വൃക്കരോഗങ്ങൾ കണ്ടെത്തി ചികിത്സിക്കുന്നതിനായി ആവിഷ്കരിച്ച സമഗ്ര പദ്ധതി ഏതാണ്? പ്രതീക്ഷ. പ്രതീക്ഷയാണ് കേരള സംസ്ഥാന ആരോഗ്യവകുപ്പ് കുട്ടികളിലെ ഗുരുതര വൃക്കരോഗങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതിനായി ആവിഷ്കരിച്ച സമഗ്ര പദ്ധതി. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തിറക്കിയ ആപ്പ്. സാത്തി. സാത്തിയാണ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തിറക്കിയ ആപ്പ്. സ്ത്രീകൾക്ക് ഡിജിറ്റൽ സുരക്ഷയെക്കുറിച്ച് അവബോധം നൽകുന്നതിനായി ദേശീയ വനിതാ കമ്മീഷനും ട്രൂ കോളറും ചേർന്ന് പുറത്തിറക്കിയ ഇൻ്ററാക്റ്റീവ് ഡിജിറ്റൽ ടൂൾ കിറ്റിൻ്റെ പേരെന്താണ്? ട്രൂ സൈബർ സഖി. ട്രൂ സൈബർ സഖിയാണ് സ്ത്രീകൾക്ക് ഡിജിറ്റൽ സുരക്ഷയെക്കുറിച്ച് അവബോധം നൽകുന്നതിനായി ദേശീയ വനിതാ കമ്മീഷനും ട്രൂ കോളറും ചേർന്ന് പുറത്തിറക്കിയ ഇൻ്ററാക്റ്റീവ് ഡിജിറ്റൽ ടൂൾ കിറ്റിൻ്റെ പേര്. കൃഷിയിടത്തിന് സമീപം വരുന്ന വന്യജീവികളെ ശബ്ദമുണ്ടാക്കി തുരത്താൻ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഏത് സംവിധാനമാണ് വനം വകുപ്പ് അവതരിപ്പിച്ചത്? ഫാം ഗാർഡ്. ഫാം ഗാർഡാണ് കൃഷിയിടത്തിന് സമീപം വരുന്ന വന്യജീവികളെ ശബ്ദമുണ്ടാക്കി തുരത്താൻ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സംവിധാനം. മണം പിടിച്ചുകൊണ്ട് മനുഷ്യരിലെ അർബുദം തിരിച്ചറിയാൻ കേരള പോലീസ് അക്കാദമിയിൽ പ്രത്യേക പരിശീലനം നൽകുന്ന നായയുടെ പേരെന്താണ്? ലൈക്ക. ലൈക്കയാണ് മണം പിടിച്ചുകൊണ്ട് മനുഷ്യരിലെ അർബുദം തിരിച്ചറിയാൻ കേരള പോലീസ് അക്കാദമിയിൽ പ്രത്യേക പരിശീലനം നൽകുന്ന നായ. ഹൃദയപരാജയം സംഭവിച്ച് അതിഗുരുതരാവസ്ഥയിലെത്തുന്ന രോഗികൾക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച പ്രത്യേക ചികിത്സാ സംവിധാനത്തിൻ്റെ പേര്. ഹോപ്പ്. ഹോപ്പാണ് ഹൃദയപരാജയം സംഭവിച്ച അതിഗുരുതരാവസ്ഥയിലെത്തുന്ന രോഗികൾക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച പ്രത്യേക ചികിത്സാ സംവിധാനത്തിൻ്റെ പേര്. പ്രമുഖ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല രചിച്ച ആദ്യ നോവലിൻ്റെ പേര്. നിയോഗം. നിയോഗമാണ് പ്രമുഖ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല രചിച്ച ആദ്യ നോവലിൻ്റെ പേര്. രാത്രികാലങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യുന്നതിനായി കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ്? നിർഭയ നിശ.
നിർഭയ നിശയാണ്. രാത്രികാലങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യുന്നതിനായി കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര്. കുടുംബശ്രീ മാതൃകയിൽ ഭിന്നശേഷിക്കാർക്കായി കേരള സർക്കാർ ആരംഭിച്ച ശാക്തീകരണ പദ്ധതി ഏത്? സുശക്തിയാണ്. കുടുംബശ്രീ മാതൃകയിൽ ഭിന്നശേഷിക്കാർക്കായി കേരള സർക്കാർ ആരംഭിച്ച ശാക്തീകരണ പദ്ധതി. ഏഷ്യൻ ടെലികോം മാഗസിൻ ബ്രോഡ്ബാൻഡ് ടെലികോം കമ്പനി ഓഫ് ദ ഇയർ 2026 പുരസ്കാരം നേടിയ പദ്ധതി ഏതാണ്? കെ ഫോണാണ്. ഏഷ്യൻ ടെലികോം മാഗസിൻ ബ്രോഡ്ബാൻഡ് ടെലികോം കമ്പനി ഓഫ് ദ ഇയർ 2026 പുരസ്കാരം നേടിയ പദ്ധതി. കേരളത്തിൽ വളർത്തുമൃഗങ്ങളുടെയും പക്ഷികളുടെയും വിപണനത്തിനായി മൃഗസംരക്ഷണ വകുപ്പ് പുതുതായി പുറത്തിറക്കിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ പേര്. ലാപ്ടോപ്പാണ്. കേരളത്തിൽ വളർത്തുമൃഗങ്ങളുടെയും പക്ഷികളുടെയും വിപണനത്തിനായി മൃഗസംരക്ഷണ വകുപ്പ് പുതുതായി പുറത്തിറക്കിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം. കേരളത്തിൽ അപൂർവ രോഗങ്ങൾ ബാധിച്ചവർക്കായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് സമാരംഭിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏത്? കെയർ പോർട്ടലാണ്. കേരളത്തിൽ അപൂർവ രോഗങ്ങൾ ബാധിച്ചവർക്കായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് സമാരംഭിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾക്കായി ആരംഭിച്ച പുതിയ ബ്രാൻഡ് ഏത്? കെ ഇനമാണ്. കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾക്കായി ആരംഭിച്ച പുതിയ ബ്രാൻഡ്. കേരളത്തിലെ 4 വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ പുതിയ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം ഏത്? കെ ലേൺ. കേരളത്തിലെ 4 വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ പുതിയ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം. കേരള പോലീസിൻ്റെ ആഭിമുഖ്യത്തിൽ സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി മലപ്പുറം ജില്ലയിൽ നടത്തിയ പ്രത്യേക പരിശോധനയുടെ പേര്. ഓപ്പറേഷൻ സൈഹണ്ടാണ്. കേരള പോലീസിൻ്റെ ആഭിമുഖ്യത്തിൽ സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി മലപ്പുറം ജില്ലയിൽ നടത്തിയ പ്രത്യേക പരിശോധനയുടെ പേര്. നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങളും സാമ്പത്തിക ദുരുപയോഗവും തടയുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപകൽപ്പന ചെയ്ത മൊബൈൽ ആപ്പ് ഏത്? വിജിലാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങളും സാമ്പത്തിക ദുരുപയോഗവും തടയുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപകൽപ്പന ചെയ്ത മൊബൈൽ ആപ്പ്. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കി പരിസ്ഥിതി സൗഹൃദവും ശാസ്ത്രീയവുമായ മാലിന്യ സംസ്കരണം ഉറപ്പാക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷനും ശുചിത്വ മിഷനും സംയുക്തമായി ആരംഭിച്ച ക്യാമ്പയിൻ ഏത്? ഗ്രീൻ ബട്ടനാണ്. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കി പരിസ്ഥിതി സൗഹൃദവും ശാസ്ത്രീയവുമായ മാലിന്യ സംസ്കരണം ഉറപ്പാക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷനും ശുചിത്വ മിഷനും സംയുക്തമായി ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേര്. കേരളത്തിലെ ആദ്യ ജീനോം ഡേറ്റാ സെൻറ്റർ നിലവിൽ വന്നത് എവിടെ? തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ ജീനോം ഡാറ്റാ സെൻറ്റർ നിലവിൽ വന്നത്. കുട്ടികളിലെ മൊബൈൽ അഡിക്ഷൻ കുറയ്ക്കുന്നതിനായി 16 വയസ്സിൽ താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ വിലക്ക് ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം. കർണാടകയാണ്. കുട്ടികളിലെ മൊബൈൽ അഡിക്ഷൻ കുറയ്ക്കുന്നതിനായി 16 വയസ്സിൽ താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ വിലക്ക് ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം. കേരള സംസ്ഥാന വഖഫ് ബോർഡിൻ്റെ പുതിയ ചെയർമാനായി നിയമിതനായത് ആര്? കെ എസ് ഹംസയാണ്. കേരള സംസ്ഥാന വഖഫ് ബോർഡിൻ്റെ പുതിയ ചെയർമാനായി നിയമിതനായത്. കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി നിയമിതനായത് ആര്? വി പി സാനുവാണ്. കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി നിയമിതനായത്. 2026 ICC പുരുഷ ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഏത്? ഇന്ത്യയാണ്. 2026 ICC പുരുഷ ലോകകപ്പ് കിരീടം നേടിയ രാജ്യം. ഈ വർഷത്തെ ഇംഗ്ലീഷ് ലീഗ് കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ആര്? മാഞ്ചസ്റ്റർ സിറ്റിയാണ് ഈ വർഷത്തെ ഇംഗ്ലീഷ് ലീഗ് കപ്പ് ഫുട്ബോൾ ജേതാക്കൾ. 2025-26 സീസണിലെ രഞ്ജി ട്രോഫി കിരീടം സ്വന്തമാക്കിയ ടീം ഏത്? ജമ്മു കാശ്മീരാണ് 2025-26 സീസണിലെ രഞ്ജി ട്രോഫി കിരീടം സ്വന്തമാക്കിയ ടീം. ഇന്ത്യയുടെ ഇൻഡോർ ലോങ് ജമ്പിൽ പുതിയ ദേശീയ റെക്കോർഡ് കുറിച്ച താരം ആര്? ലോകേഷ് സത്യനാഥനാണ് ഇന്ത്യയുടെ ഇൻഡോർ ലോങ് ജമ്പിൽ പുതിയ ദേശീയ റെക്കോർഡ് കുറിച്ച താരം. 5ാമത് ഓപ്പൺ ജംപ്സ് ചാമ്പ്യൻഷിപ്പിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ മലയാളി താരം ആര്? അബ്ദുള്ള അബൂബക്കറാണ്
5ാമത് ഓപ്പൺ ജംപ്സ് ചാമ്പ്യൻഷിപ്പിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ മലയാളി. സിംഗപ്പൂർ നാഷണൽ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടി കോമൺവെൽത്ത് ഗെയിംസ് യോഗ്യത നേടിയ മലയാളി താരം ആര്? സജൻ പ്രകാശ്. സജൻ പ്രകാശാണ്. സിംഗപ്പൂർ നാഷണൽ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടി കോമൺവെൽത്ത് ഗെയിംസിൽ യോഗ്യത നേടിയ മലയാളി താരം. പ്രഥമ ദേശീയ ഇൻഡോർ അത്ലറ്റിക്സ് മീറ്റിൽ വനിതകളുടെ പോൾ വോൾട്ടിൽ 4.22 മീറ്റർ ചാടി പുതിയ ദേശീയ റെക്കോർഡ് സ്വർണം നേടിയ താരം ഭരണിക ഇളങ്കോവൻ. ഭരണിക ഇളങ്കോവനാണ്. പ്രഥമ ദേശീയ ഇൻഡോർ അത്ലറ്റിക് മീറ്റിൽ വനിതകളുടെ പോൾ വോൾട്ടിൽ 4.22 മീറ്റർ ചാടി പുതിയ ദേശീയ റെക്കോർഡ് സ്വർണം നേടിയ താരം.